ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു നിഷാനാസ് ടേസ്റ്റി ഹാർട്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നെയ്ച്ചോറാണ്. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പക്ഷേ കുക്കറിൽ വളരെ പെട്ടെന്ന് എങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അത് നമ്മുടെ ജീരകശാല റൈസ് അഥവാ കൈമ റൈസ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പറയട്ടെ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ ഫർദർ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് ജീരകശാല അരി എടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഗ്ലാസിൻ്റെ അളവ് പറയുന്നത്. അപ്പോൾ ഇതിന് 3 ഗ്ലാസ് എടുത്തു. പിന്നെ ഞാൻ ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തത് അല്ലെങ്കിൽ ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു സവാള കൂടെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് നീളത്തിലാണ് അരിഞ്ഞത്. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അത് ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ ഒരു 8 ഏലക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പട്ട, പിന്നെ ഒരു 10 ഗ്രാമ്പൂ, പിന്നെ ഇതൊക്കെയാണ് ആവശ്യമുള്ള സ്പൈസസ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് കാഷ്യൂസ് അതായത് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ഇത് ഗാർണിഷിനും കൂടെ വേണ്ടിയിട്ടാണ്. ഇതൊക്കെയാണ് അത്യാവശ്യമായിട്ട് വേണ്ട ചേരുവകൾ. ഇനി എണ്ണയും നെയ്യൊക്കെ വേണം, അത് ഞാൻ ഇടുന്ന സമയത്ത് പറയാം കേട്ടോ അതിൻ്റെ അളവൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കുക്കർ എടുക്കുക. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 7 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സ്പൂണിൻ്റെ അളവ് കേട്ടോ. പിന്നെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു. മിൽമയുടെ നെയ്യാണ് കേട്ടോ ഒഴിച്ചത്. അപ്പോൾ അന്ന് ഏകദേശം ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇടുക. അപ്പോൾ ഇത് ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ അതും അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റിയിട്ട് അത് കോരിയെടുക്കണം. പിന്നെ സെയിം എണ്ണയിലേക്ക് തന്നെ നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള സവാള, അതായത് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സവാള കേട്ടോ. അപ്പോൾ വേണമെച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പിട്ടൊക്കെ ഇതിലൊക്കെ തന്നെ ഇട്ടിട്ട് നേരിട്ട് ചോറിടാവുന്നതേ ഉള്ളൂ. പിന്നെ ഗാർണിഷ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ എല്ലാ സ്പൈസസും അതിലേക്ക് ഇട്ടു. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് വഴറ്റുക. അതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്കെന്ന് പറഞ്ഞപ്പോൾ സാധാരണ ഇപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കണക്കെന്ന് പറയുന്നത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ്. പക്ഷെ നമ്മളിത് കുക്കറിൽ വെക്കുന്നത് കൊണ്ടും പിന്നെ ഉപയോഗിച്ചത് അരി ജീരകശാല ആയതുകൊണ്ടും 1:2 എന്ന് പറഞ്ഞ അനുപാതത്തിലെടുക്കരുത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്ന രീതിയിലാണ് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പാകത്തെ വേവും ആയിരിക്കും. ഈ ചോറൊരിക്കലും കട്ട പിടിക്കുകയില്ല. അപ്പോൾ ഓരോ പിന്നെ ചോറുകൾ തമ്മിലും ഒരു സെപ്പറേറ്റ് ആയി നിൽക്കും. അപ്പോൾ നമ്മൾ ഹോട്ടലൊക്കെ കിട്ടാറില്ലേ അതുപോലെ, അല്ലെങ്കിൽ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന ആ ഒരു രീതിയിൽ നിന്ന് കിട്ടും. അപ്പോൾ കുക്കറിൽ വെച്ചാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യേയില്ല. അപ്പോൾ ഈ ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ വേവിൻ്റെ കാര്യത്തിൽ ഇനി കുറച്ചും കൂടെ വേവ് വേണമെന്നോ, അല്ലെങ്കിൽ അരി ചിലതും ഇപ്പോൾ ജീരകശാല ആണെങ്കിലും ചിലതിനൊക്കെ കുറച്ച് വേവുള്ളത് ചിലപ്പോൾ ഉണ്ടാവാമായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പൊടിക്ക് നിങ്ങൾ കുറച്ചും കൂടെ വെള്ളം വേണമെങ്കിൽ കൂട്ടിക്കോളൂ. പക്ഷെ എന്നാലും 2 ഗ്ലാസ് വെള്ളം ഒരിക്കലും എടുക്കരുത് കേട്ടോ. ജീരകശാല അരിയുടെ കാര്യമാണ് പറയുന്നത്, മറ്റുള്ള അരിയല്ല. അപ്പോൾ ഇനി നമുക്ക് അരി അതിലേക്ക് ഇടാം. ഈ അരി ഞാൻ കഴുകി ഊറ്റി വെച്ചതാണ് കേട്ടോ, അല്ലാണ്ട് വെള്ളത്തിലൊന്നും ഒരുപാട് നേരം ഇട്ട് വെച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് കഴുകി എന്നിട്ട് അതങ്ങ് ഊറ്റി വെച്ചു. ആ അരിയാണ് കേട്ടോ. അപ്പം നാട്ടിലൊക്കെ നമുക്ക് കിട്ടും ജീരകശാല അരി അല്ലാണ്ട് വേറെ കോലാന്ന് പറഞ്ഞൊരു അരി. അപ്പോൾ അതാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം തന്നെ എടുക്കണം കേട്ടോ. കുക്കറിൽ വെക്കുന്ന കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏകദേശം ഒന്ന് തിളച്ച് വരാറായിട്ടുണ്ട്. അപ്പോഴേക്കും തന്നെ ഞാൻ നന്നായിട്ട് തിളച്ച് മറിഞ്ഞിട്ടില്ല, തിളച്ച് വരാറായിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ മൂടി വെച്ചു. വിസിലോട് കൂടി തന്നെയാണ് ഞാൻ മൂടി വെച്ചത്. അപ്പോൾ ഇനി ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിക്കണം. പിന്നെ ഏകദേശം ഒരു വിസിൽ വരാനാവുന്നൊരു സമയം ഉണ്ടാവില്ല, ഏകദേശം വരാനായും തോന്നുന്നു. ആ സമയത്ത് ഒന്ന് തീ കുറച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ വിസിൽ വന്നതിന് ശേഷം തീ ഓഫാക്കുക. പിന്നെ ഇതിൽ മുഴുവൻ ആവിയും പോയതിന് ശേഷം മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇതിൽ എല്ലാ ആവിയും പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തുറന്നു നോക്കാം. ഓക്കെ, നോക്കൂ, നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ എപ്പോഴും ഉള്ളി അതുപോലെയുള്ള ആ സ്പൈസസൊക്കെ നമ്മൾ ഓളായിട്ടല്ലേ ഇട്ടത്. അപ്പോൾ അത് കാരണം അതൊക്കെ ഇങ്ങനെ നടുവിൽ ഇതുപോലെ വന്ന് നോക്കും കേട്ടോ. അപ്പോൾ നമുക്കിങ്ങ് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം. ഓക്കെ, ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, എന്നാലും അധികമായിട്ട് വെന്തിട്ടുമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം, നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. നോക്കൂ, ഇതാ ഇങ്ങനെയാണ്. ഇതിപ്പോൾ ഒന്നിനെ തൊടാണ്ടാണ് ഉണ്ടാവും. ഇതിപ്പോൾ നല്ല ചൂടായത് കാരണം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോൾ ഒന്നും കൂടെ നന്നാവും.
അപ്പോൾ ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾ കുറച്ചും കൂടെ വെന്ത ചോറാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് കൂടെ വെള്ളം അതിലേക്ക് ഒഴിക്കാം, ഞാൻ പറഞ്ഞ അളവിൽ നിന്ന്. അപ്പോൾ ഒന്നും കൂടി ചെറുതായിട്ട് വെന്ത് കിട്ടും. അതിനേക്കാൾ വേവിക്കരുത് കേട്ടോ, അപ്പോൾ പിന്നെ ആ ഒരു നെയ്ച്ചോറിൻ്റെ ഒരു ടേസ്റ്റിൽ നിന്ന് വ്യത്യാസം വരും. അപ്പോൾ നമ്മളെ പെർഫെക്റ്റ് ആയിട്ടുള്ള കൈമ നെയ്ച്ചോറ് ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിച്ചാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം ആൻഡ് ഷെയർ ചെയ്യണം. നിങ്ങൾ ഓരോരുത്തരുടെയും കമൻറ്റും ലൈക്കും ഒക്കെ ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ പുതിയ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. Once again, it's me Nishana. Thank you so much. And don't waste water, okay? Thank you.